ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം സങ്കീർത്തനങ്ങളുടെ 21 അധ്യായം 2 വാക്യത്തിൽ ഇപ്രകാരം നമ്മോട് പറയുന്നു: അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നമുക്ക് നൽകുന്ന ഒരു വിശ്വസ്തനായ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ എഴുതിക്കൊണ്ട് ഒരു 1001 തവണ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വിശ്വസ്തയോടുകൂടിയ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുക തന്നെ ചെയ്യും. നമ്മുടെ പലവിധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ മാറ്റുന്നതിനായിട്ട്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മേൽ തടസ്സങ്ങൾ വരുമ്പോൾ ദൈവം അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, നമ്മുടെ ആഗ്രഹം നമുക്ക് ലഭിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ വിഷയം എഴുതിക്കൊണ്ട് ഈ വചനം നമുക്ക് ധ്യാനിക്കുവാൻ സാധിച്ചാൽ നിൻ്റെ ആവശ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ദൈവം അത് നൽകുക തന്നെ ചെയ്യും. ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. വചനം ഒരിക്കലും മാറുന്നവയല്ല. മനുഷ്യരുടെ വാക്കുകൾക്ക് മാറ്റമുണ്ടാവാം, പക്ഷേ സർവശക്തനായ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നമ്മൾ ദൈവത്തോട് പറയുന്നത്, വാക്കുകൾ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ എത്തുക തന്നെ ചെയ്യുന്നുണ്ട്. അധരങ്ങളിലൂടെ പറയുന്ന നമ്മുടെ ആവശ്യങ്ങൾ ദൈവം കേട്ടില്ല എന്ന് നടിക്കുന്ന ദൈവമല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് മുൻപേ അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെ പറഞ്ഞാൽ അത് നമുക്ക് നൽകും. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി എന്നാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നൽകി കഴിഞ്ഞിരിക്കുന്നു. വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഏത് ആവശ്യവും, നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിലെ ആവശ്യങ്ങളായിക്കോട്ടെ, ഹൃദയത്തിൽ വേദനിക്കുന്ന, മറ്റാരോടും പറയാൻ പറ്റില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അത്രയും പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഒക്കെയും നേരിടുന്ന വിഷയങ്ങളായിക്കോട്ടെ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, കടഭാരങ്ങളായിക്കോട്ടെ, ബാങ്കുകളിൽ നിന്ന് വരുന്ന നോട്ടീസുകളായിക്കോട്ടെ, അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നത്, ജപ്തി നടപടികളായിക്കോട്ടെ, ജോലിയുടെ ആവശ്യങ്ങളായിക്കോട്ടെ, പരീക്ഷകളിലെ ഉന്നത വിജയമായിക്കോട്ടെ, ഭവനത്തിനുള്ളിലെ ചെറിയ ചെറിയ വഴക്കുകളായിക്കോട്ടെ, ഭർത്താവിൻ്റെ അമിത മദ്യപാനമായിക്കോട്ടെ, നമ്മുടെ ഹൃദയത്തിൽ എന്ത് ആവശ്യമാണോ ഉള്ളത് ദൈവത്തോട് യാചിക്കുക തന്നെ ചെയ്യുക. ഒരു ഭവനത്തിൻ്റെ ആവശ്യത്തിന്, സ്ഥലത്തിൻ്റെ ആവശ്യത്തിന്, അങ്ങനെ നിരവധിയായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. അധരങ്ങൾ കൊണ്ട് ദൈവത്തോട് പറയണം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് അറിയിക്കുക തന്നെ ചെയ്യണം. അറിയിച്ചാൽ സർവശക്തനായ ദൈവം അതിന് മറുപടി നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൽകും എന്നല്ല, നൽകി. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും സ്തോത്രങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ എത്തുക തന്നെ ചെയ്യും. അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഉറച്ച വിശ്വാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഈ നാളുകളിൽ ജീവിക്കുവാൻ സാധിക്കണം. ഈ വചനം എഴുതുവാൻ സാധിക്കണം. സഹായിക്കട്ടെ. ആമേൻ.